போல பேசுதே உளையாத மூங்கிலில் ராகம் வளைஞ்சு ஓடுதே மேகம் வழிஞ்சு கேட்குதே. பின்னி பின்னி சின்ன இழையோடும் நெஞ்சை அள்ளும் மண்ண துணி போல ஒன்று கொண்டுதான் இணைஞ்சு இருக்கு உறவு எல்லாம் அமைஞ்சு இருக்கு அள்ளி அள்ளி தந்த உறவாடும் அன்னமடி இந்த நிலம் போல சிலருக்கு தான் மனசு இருக்கு உலகாதில் நிலைச்சு இருக்கு நேத்து தனிமையில போச்சு யாரும் துணையில்ல யாரும் வழி துணைக்கு வந்தால் ஏனோ இணையில்ல உலகத்தில் எதுவும் தனிச்சு இல்லையே குழலில் ராக மலரில் வாசம் சேர்ந்தது போல. ഒരിളം കാറ്റ് പോലെ ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ ഡ്യുവറ്റ്. നല്ല നല്ല പാട്ടുകളും പാട്ടിനെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങളുമായി നിങ്ങളുടെ സായാഹ്നങ്ങളെ സംഗീത സാന്ദ്രമാക്കുവാനായി മറ്റൊരു എപ്പിസോഡ് വീണ്ടും എത്തിയിരിക്കുന്നു. പതിവ് പോലെ ഇന്നും ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റാണ് നമുക്കുള്ളത്. ഹീസ് എ മൾട്ടി ഫെസറ്റഡ് മ്യൂസിഷ്യൻ. അതേസമയത്ത് അദ്ദേഹം മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമാണ്, കർണാട്ടിക് വോക്കലിസ്റ്റാണ്, മ്യൂസിക് ഡയറക്ടറാണ്, ഓസ്കർ നോമിനിയാണ്. എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ്, extremely delighted to invite on duet Shri Srivalsan J. Menon. നമസ്കാരം മാഷെ, വെൽക്കം ടു ഡ്യുവറ്റ്. ആയിരിക്കും മാഷെ, ഞങ്ങൾക്ക് ഡ്യുവറ്റിൽ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാഷിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുന്ന, ഇഷ്ടപ്പെടുന്ന, വളരെയധികം ആരാധിക്കുന്ന ഒരു ലിസണറാണ് ഞാൻ. അപ്പോൾ മാഷിൻ്റെ കാര്യങ്ങളും മ്യൂസിക്കിനെ കുറിച്ചുള്ള മാഷിൻ്റെ കാഴ്ചപ്പാടുകളും മാഷിൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ഡ്യുവറ്റ്. Thank you for inviting me too. ഒരു മ്യൂസിഷ്യൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു കലാകാരന് കിട്ടുക എന്നുള്ളത്, അത് പാട്ടായാലും ഡാൻസ് ആയാലും ഏതൊരു ആർട്ട് ഫോം ആയാലും നല്ലൊരു ഗുരുവിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ മാഷിപ്പോൾ ഈ ഒരു നിലയിൽ വന്ന് നിൽക്കുന്നതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ വലിയൊരു കൈയുണ്ട്. അപ്പം മാഷിൻ്റെ ആദ്യത്തെ ഗുരുവിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ സംഗീതം തുടങ്ങണത് രാജലക്ഷ്മി കൃഷ്ണൻ എന്ന് പറഞ്ഞ തൃശ്ശൂർ ടീച്ചറുടെ അടുത്ത്. ടീച്ചറുടെ അടുത്തൊരു 10th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ടീച്ചറുടെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. അതിനോടൊപ്പം 9th 10th പിന്നെ 11th 12th ആ സമയത്ത് ശ്രീ ടി വി രമണി, വയലിൻ വിദ്വാനായിട്ടുള്ള ശ്രീ ടി വി രമണി, അദ്ദേഹത്തിൻ്റെ അടുത്തും പഠിച്ചു. പിന്നെ ഞാൻ അഗ്രികൾച്ചറിന് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ നെയ്യാറ്റിൻകര വാസുദേവൻ സാറിൻ്റെ കീഴിൽ അഭ്യസിക്കുന്നത്. ഒരു സാധകം എന്നുള്ളൊരു സംഭവം മാഷിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയായിട്ട് മാറിയത് നെയ്യാറ്റിൻകര മാഷിൻ്റെ അടുത്ത് പഠിക്കാൻ ചെന്നതിന് ശേഷമായിരിക്കും. ശരിക്കും സാധകം എൻ്റെ കേസിൽ ഒരു നിത്യസാധകം എന്നുള്ളതിനേക്കാൾ കൂടുതൽ സാറിൻ്റെ അടുത്ത് പോയതിന് ശേഷം സാറിൻ്റെ ഒപ്പം തന്നെയായിരുന്നു. ഏകദേശം ഒരു ഗുരുകുല സമ്പ്രദായമായിരുന്നു. അപ്പോൾ നിത്യസാധകം എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് സാറിൻ്റെ ഒപ്പമുള്ള യാത്രകൾ, സാറിൻ്റെ കൂടെയുള്ള കച്ചേരികൾ, ഇതൊക്കെ എനിക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു രാഗം പാടിയാൽ, ഇപ്പോൾ ഹിന്ദോളത്തിലൊരു രാഗം ഇപ്പോൾ പാടുകയാണ്, സ ഗ മ ധ നി സ നി ധ മ ഗ സ നി ധ മ ഗ, ഇങ്ങനെ ചിലപ്പോൾ ഈ ഗായിലൊക്കെ കൊണ്ട് നിർത്തി ഞാൻ രാഗം പാടിയിരുന്നു സാറ് പാടാൻ പറയുമ്പോഴേ. അപ്പോൾ കച്ചേരി കഴിഞ്ഞ ഉടനെ സാറല്ല എന്നോട് പറയണത്, വയലിൻ വിദ്വാനായിട്ടുള്ള ചാലക്കുടി സാറാണ് പറയണേ, അങ്ങനെ നിർത്താൻ പാടില്ല, സ്വരം അതൊക്കെ ഉണ്ടെങ്കിലും സാനീത് അമ്മ ചോട്ടിലേക്ക് സാല് കൊണ്ട് നിർത്തണം. അപ്പോൾ ഈ തുടങ്ങണത് എങ്ങനെയാണ്, ഇതിൻ്റെ ഇടയിലുള്ള പോസ് എന്താണ്, ഇതൊക്കെ നമുക്ക് അനുഭവം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സാധാരണഗതിക്ക് പലതരം ഗമകങ്ങളുണ്ട്.
എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പൊ മനസ്സിലാവും? ഒന്നും മനസ്സിലാവില്ല. നമ്മള് രാഗം പാടുമ്പോഴാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി, ഷഹന ആവില്ല. ആ അളവ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്നാൽ അതാണ് ശരിക്കും സംഗീതത്തിൻ്റെ മർമ്മമായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ. അപ്പം ചില വഴികൾ, ചില പന്ഥാവ് എന്ന് നമ്മൾ പറയുമല്ലോ, അത് നമ്മൾ ഗുരുനാഥൻ്റെ കൂടെ നടക്കുമ്പോഴേ വരുള്ളൂ.